സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ സമുന്നതനായ നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ മത്സരിക്കാൻ പോവുകയാണ്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 6 മാസം പ്രവർത്തിച്ച് പക്ഷേ അവസാനം അദ്ദേഹത്തിന് അവിടെ സീറ്റ് നിഷേധിക്കപ്പെട്ടു. ഗുരുവായൂരിലേക്ക് പോകേണ്ട സ്ഥിതിയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് അങ്ങനെ ഒരു അവസ്ഥ വന്നത്? ഇതൊരു പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഏതാണ് ഉചിതമെന്ന് പാർട്ടി നോക്കും. ഒരു വ്യക്തിയേക്കാൾ വലുതാണ് ഒരു അലയൻസ്. അപ്പോൾ എനിക്ക് ഒരു സീറ്റ് തന്ന് അവിടെ 2020 അലയൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അത് ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എൻ്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വത്തേക്കാൾ വലുതാണ് പാർട്ടിയുടെ മുന്നോട്ടുള്ള കേരളത്തിൻ്റെ പ്രയാണം. സത്യത്തിൽ ഈ 2020 കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു വോട്ട് പോലും ഉണ്ടോ എന്നറിയാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഒരു മുന്നണി, ആ മുന്നണിക്കാണ് ഈ സീറ്റ് കൊടുത്തത് എന്നുള്ളൊരു വിചിത്രമായ ഒരു കാര്യം കൂടെ നിലനിൽക്കുകയാണ്. അല്ല, അതൊക്കെ നോക്കേണ്ട ആളുകൾ എനിക്ക് മുകളിലുള്ള ആളുകളാണ്, അവർ നോക്കട്ടെ. ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണോ സത്യത്തിൽ? സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. കാരണം കൊടുങ്ങല്ലൂരിൽ 6 മാസമായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഒരു നിയോഗമായിട്ട് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു നിയോഗമായിട്ടായിരിക്കാം ഗുരുവായൂർക്ക് വന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഗുരുവായൂർക്ക് വരേണ്ട കാര്യമില്ല. വേറെ എത്ര സ്ഥലമുണ്ട് കേരളത്തിൽ ഏത് സ്ഥലത്ത് മത്സരിക്കാനും എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ സ്റ്റേറ്റിൻ്റെ വൈസ് പ്രസിഡന്റ്. ഒരു അർജുനായിട്ടാണ് പോകുന്നത്. അർജുനാണോ, നകുലനാണോ, സഹദേവനാണോ, ഭീമനാണോ, അതൊക്കെ വേറെ വിഷയം. ഈ ഒരു ആ അടിസ്ഥാനപരമായ ഒരു വിഷയമുണ്ട്, ഗുരുവായൂരിൻ്റെ മണ്ണ് വീണ്ടെടുക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് 50 വർഷമായിട്ട്, 1/2 നൂറ്റാണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഇല്ലാത്തത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കേരളം ഒരു മതേതരത്വ ഭൂമിയാണ്. കേരളത്തിൽ മതേതരത്വം ഉണ്ടാവണം, കേരളത്തിൽ മതേതരത്വം വളരണം. ഇതാണല്ലോ പറയുന്നത്. മുസ്ലിം ലീഗ് മതേതരത്വ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ഇവിടെ ഭയങ്കര ബഹളമാണ്, കാര്യമായിട്ട് സംസാരിക്കാറുണ്ട്. മലപ്പുറത്ത് ഏതെങ്കിലും ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ആണോ? അല്ലല്ലോ. നിങ്ങൾ UP-യുടെ കാര്യവും വാരണാസിയിലെ കാര്യം ചോദിക്കുന്നവരോട് ചോദിക്കുകയാണ്, മലപ്പുറത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മലപ്പുറത്ത് ഏതെങ്കിലും ഒരു സംഘടനയുടെ, മുസ്ലിം സംഘടനയുടെ ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ഉണ്ടോ? അതിനേക്കാൾ രൂക്ഷമല്ലേ അന്തർദേശീയ തലത്തിൽ അന്തർദേശീയമായി നിലനിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. അവിടെ എന്തുകൊണ്ടൊരു ഹിന്ദു, എന്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഹിന്ദു എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ MLA ആക്കാത്തത്? എല്ലാ പ്രാവശ്യവും ഹിന്ദു വിരോധികളെ ആക്കുന്നത്, ക്ഷേത്ര വിരോധികളെ ആക്കുന്നത്, അതെന്തുകൊണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളുണ്ട്. ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നത് പറയാൻ പറ്റുമോ? ധൈര്യമുണ്ടോ അവർക്ക്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. ധൈര്യം ഉണ്ടെങ്കിൽ ആ 2 MLA-മാരെ ഞാൻ വെല്ലുവിളിക്കുക. ക്ഷേത്രത്തിൻ്റെ പൂജാവിധികളെയും ക്ഷേത്രബിംബത്തെയും ഞാൻ വിശ്വസിക്കുന്നു, ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇവർക്കുണ്ടോ? ഇവർക്കുണ്ടെങ്കിൽ പറയട്ടെ. എന്തുകൊണ്ടാണ് അന്തർദേശീയ തലത്തിലുള്ള ഈ ഗുരുവായൂർ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാവുന്നതും വിശ്വാസവും തമ്മിൽ രണ്ടാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ മണ്ണാണ്. ആ ഗുരുവായൂരിലെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. ആ ഗുരുവായൂരപ്പൻ്റെ ആ കേന്ദ്രത്തിലേക്കാണ് ഇന്ത്യ ലോകത്തുനിന്ന് ആളുകൾ വരുന്നത്. അതാണല്ലോ ആ ഭൂമികയുടെ. അതായത് ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഹിന്ദു MLA ഉണ്ടാകണമെന്നാണ് നിങ്ങളുടെ വാദം. ഞാൻ ചോദിക്കട്ടെ, K. കരുണാകരൻ ഗുരുവായൂർ ക്ഷേത്രം ഈ തൃശ്ശൂരിൽ നിലനിൽക്കുന്നത് കൊണ്ട് തൃശ്ശൂരിലെ കളക്ടർ ഹിന്ദു ആണെന്ന് പറഞ്ഞ ചരിത്രം താങ്കൾക്ക് ഓർമ്മയില്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തൃശ്ശൂരിലെ കളക്ടർ ഹിന്ദു ആവണം, കാരണം ഇവിടെ ഗുരുവായൂർ ക്ഷേത്രം ഇവിടെയാണ്, അതുകൊണ്ടാണ് എന്ന് K. കരുണാകരൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതെന്തുകൊണ്ട് K. കരുണാകരൻ അന്ന് പറഞ്ഞു? ആ ചോദ്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അന്തർദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന ഗുരുവായൂർ മണ്ഡലം എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു MLA ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് ഇവർ ഹിന്ദു MLA ഉണ്ടാക്കാത്തത്? അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മണ്ണ് അത് പിടിച്ചെടുക്കണം. ആ മണ്ണ് ഈ അമ്പല വിരോധികളെയും അമ്പല കൊള്ളക്കാരുടെയും കയ്യിലാണ്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. MLA ആയിട്ട് കഴിഞ്ഞ മുമ്പത്തെ MLA 10 പൈസ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നീക്കി വെച്ചിട്ടുണ്ടോ? അവരുടെ വികസന ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ? അവിടെ റോഡ്, ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സർവ്വ റോഡും പൊളിഞ്ഞ് തകർന്ന് കിടക്കാണ്. അവിടേക്ക് വരുന്ന തീർത്ഥാടകർക്ക് ഒരു സൗകര്യങ്ങളും ഇല്ല. ഈ MLA-മാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതെ, അവരവഗണിക്കുകയാണ്. അവർ ആ ക്ഷേത്രത്തെ അവഗണിക്കുന്നു, ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളെ അവഗണിക്കുന്നു. കാരണം അവർക്ക് വേണ്ടത് ക്ഷേത്രം
അല്ല, അവർക്ക് ക്ഷേത്ര താല്പര്യമില്ല. അവർ ക്ഷേത്രത്തോട് താല്പര്യം കാണിക്കുന്നില്ല. അവിടുത്തെ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭക്തന്മാരോടോ ഭക്തജനങ്ങളോടോ അവർക്ക് താല്പര്യമില്ല. അവർ മറ്റു പലരും താല്പര്യമുണ്ട്. ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഗുരുവായൂരപ്പൻ്റെ മണ്ണ് വീണ്ടെടുക്കാനാണ് ഞാൻ പോകുന്നത്. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ട് അസന്നിഗ്ധമായി പറയുന്നു, പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകളെ കയ്യിൽ വെച്ചുകൊണ്ടാണല്ലോ ഇടതും വലതും പോകുന്നത്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോയപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം പ്രവർത്തിച്ചത് ഏത് ചാനലിലാണ്? മാതൃഭൂമിയിലായിരുന്നില്ലേ? ആ മാതൃഭൂമിയിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിലേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായിരുന്നു? അല്ലാതെ മാതൃഭൂമി ചാനലും റിപ്പോർട്ടർ ചാനലും പോലെയല്ലല്ലോ. നിങ്ങൾ ഒരു സ്ഥലത്ത് പാർട്ടി പറഞ്ഞു വിട്ടിട്ട് ആ പാർട്ടി നിങ്ങളോട് അവിടെ പ്രവർത്തിക്കാൻ പറഞ്ഞു വിട്ട് 6 മാസം അവിടെ പ്രവർത്തിച്ചിട്ട് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞ സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവില്ലേ? ഞങ്ങൾ സാലറി വാങ്ങിച്ച് ജോലി എടുക്കുന്ന ആളുകളാണ്. താങ്കൾ സാലറി വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലെ സാലറി മേടിക്കുന്നതും സാലറി മേടിക്കാത്തതും അല്ല. താങ്കൾ ഒരു പത്രപ്രവർത്തകനാണ്. താങ്കൾക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യ നിർവഹണത്തിന് താങ്കൾ മാതൃഭൂമി പ്രവർത്തിച്ചു. അന്ന് ആ മാതൃഭൂമി പ്രവർത്തിക്കുന്ന സമയത്ത് മാതൃഭൂമിയാണ് ദ ബെസ്റ്റ് എന്നെപ്പോഴും താങ്കൾ പറയും, താങ്കളെപ്പോലെയുള്ള പത്രപ്രവർത്തകരും പറയും. അത് കഴിഞ്ഞു താങ്കൾക്ക് കൂടുതൽ പൈസ കിട്ടിയപ്പോൾ താങ്കൾ, അല്ലെങ്കിൽ കൂടുതൽ ശമ്പളം കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ കൺവീനിയൻസ് കിട്ടിയപ്പോൾ താങ്കൾ മാറി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് എൻ്റെ പാർട്ടിയുടെ വിജയമാണ്. അതുകൊണ്ട് എൻ്റെ പാർട്ടി പറഞ്ഞു, ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂർ നിൽക്കണ്ട, നമ്മൾ 2020 കൊടുക്കാം, നമുക്ക് ആ ഐക്യമുണ്ടാവണം എന്ന് പറയുമ്പോൾ അതല്ലേ ഞാൻ ചോദിച്ചത് വളരെ കൃത്യമാണ്. പാർട്ടി അതിൽ ചെറിയ വിഷമമാണ്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് കാലം നിന്ന് കഴിഞ്ഞാലേ അവിടെ പോകുമ്പോൾ അവരൊരു അറ്റാച്ച്മെൻറ്റ് വരുമല്ലോ, അത്ര വിഷമം ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ജെയ്സൺ അറിയാലോ. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടല്ല ഞാൻ കൊടുങ്ങല്ലൂരിനെ കാണുന്നത്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് കൊടുങ്ങല്ലൂരിലെ 100 കണക്കിന് കേസുകൾ പൈസയില്ലാതെ നടത്തിക്കൊടുത്ത ആളാണ് ഞാൻ. 302 കേസടക്കം 307 കേസടക്കം കൊടുങ്ങല്ലൂരിലെ പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് BJP ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഞാൻ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നിരന്തര യുദ്ധമായിരുന്നു CPM ആയിട്ട്. ആ നിരന്തര യുദ്ധത്തിൽ അർദ്ധരാത്രി പോലും അവിടെ പോയി പാർട്ടി പ്രവർത്തകരുടെ കാര്യം നോക്കിയ ആളാണ് ഞാൻ. അപ്പം ഞാനും കൊടുങ്ങല്ലൂരിലെ പാർട്ടി പ്രവർത്തകരും തമ്മിൽ മാനസികമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. ആ ഒരു ബന്ധം രാഷ്ട്രീയമായി ആ ബന്ധം ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയത്ത് അത് ഉപയോഗപ്പെടുത്താനോ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ബന്ധം തിരഞ്ഞെടുപ്പിൽ വിച്ഛേദിക്കപ്പെടുമ്പം ഒരു വിഷമം ഉണ്ടാവും. നാച്ചുറലി ഒരു വിഷമം ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും അതന്നെ ചോദിച്ചത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും, നമുക്ക് താല്പര്യങ്ങളുണ്ടാവും. അപ്പം നമ്മുടെ ആഗ്രഹമായാലും താല്പര്യമായാലും നമ്മുടെ മാനസിക ബന്ധമായാലും ആ ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ ഒരു അല്പ വിഷമം ഉണ്ടാവും. നാച്ചുറലാണ്. പിന്നെ അവിടെ താമര വരച്ചത് ഞാനാണ്. ആ താമര എവിടെയായാലും, അവിടെ മാത്രമല്ല, ആ താമര മായ്ക്കുമ്പം സങ്കടം ഉണ്ടാവും. സ്വാഭാവികം. ഏതായാലും അവിടെ നിന്ന് ചെറിയ സങ്കടം, അതിപ്പോൾ നമുക്ക് ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ മനസ്സിലാവും. താമര വരച്ചു തുടങ്ങിയ സ്ഥലത്ത് അത് മാച്ച് മറ്റൊരു ചിഹ്നം വരയ്ക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹം വ്യക്തമാക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി ഗുരുവായൂരിൻ്റെ മണ്ണ് പിടിച്ചെടുക്കുക, അവിടെ വിശ്വാസം സംരക്ഷിക്കുക, ഇത് രണ്ടുമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായ മുദ്രാവാക്യം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഗുരുവായൂരിൽ മത്സരിക്കാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.